ഹലോ. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടന് സംസാരിക്കാൻ ഓരോ ആഴ്ചയും ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലേ. ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നടന്ന പോലത്തെ അതേ വിഷയം തന്നെ വന്നിട്ടുണ്ട്, നിവിൻ്റെയും ഷാനവാസിൻ്റെയും. ഈ ഒരു വിഷയം ഷാനവാസിന് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ലാലേട്ടൻ വന്നതിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാക്കും, അപ്പോൾ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പക്ഷേ ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും എടുത്തിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിവിൻ. ഷാനവാസിൻ്റെ കൂടെ നിന്ന് തൻ്റെ ശക്തമായ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ട് കയ്യടി വാങ്ങിക്കൊണ്ടാണ് അനീഷ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പ് ലൈവിൽ നടന്ന ഒരു വഴക്കാണ് ഇത്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ തീർക്കേണ്ട ഒരു വിഷയമല്ല, ഇത് കൈവിട്ടൊരു കാര്യമാണ്. ഇത് ലാലേട്ടൻ തന്നെ വന്ന് ചർച്ച ചെയ്ത് ഒരുപക്ഷെ തീരുമാനത്തിലെത്തേണ്ടതായിട്ട് വരും. ഇതിൽ പലരും എയറിൽ കയറാൻ സാധ്യതയുണ്ട്, പലരുടെയും ഇമേജ് താഴെ വീഴാനൊക്കെ പോകുന്ന ഒരു വിഷയമാണിത്. എന്നാൽ ഈ വിഷയം ഇന്ന് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിരുത്തി. ആ ഒരു സമയത്ത് നിവിൻ ഈ ഒരു വിഷയം എടുത്തിട്ടപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊണ്ടാണ് ഷാനവാസ് പ്രതികരിച്ചിരിക്കുന്നത്. ഷാനവാസിൻ്റെ കൂടെ നിന്നുകൊണ്ട് അനീഷും പറയുന്നുണ്ട്, ഈ ഒരു വിഷയം ലാൽ സർ വരുമ്പോൾ സംസാരിക്കും, അതിൽ നിന്നും ഒരു ക്ലാരിറ്റി കിട്ടും, അതുവരെ ഈ വിഷയം എടുത്തിടരുതെന്ന്. എന്നാൽ നിവിൻ പറയുന്നത് എന്നോട് മാപ്പ് പറയണം, എൻ്റെ ക്യാരക്ടറിനെയാണ് അത് ചോദ്യം ചെയ്തിരിക്കുന്നത്, എനിക്കത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ. എന്നാൽ ഷാനവാസ് അതൊന്നും മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റ് പോയി. ആ ഒരു സമയത്ത് അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാൽ സർ വരുന്ന ദിവസം ഇത് ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആകും. ആ സമയത്ത് ഏറ്റവും ആദ്യം ഷാനവാസിൻ്റെ നേർക്ക് എതിരെത്തുന്നത് ഞാനായിരിക്കും. എന്നാൽ ഷാനവാസ് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ ഷാനവാസിനെ വിശ്വസിക്കുന്നു. ഷാനവാസിന് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഷാനവാസിൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമുമായിട്ടാണ് അനീഷ് എത്തിയിരിക്കുന്നത്. അനീഷിൻ്റെ ഗെയിം പ്ലാൻ സൂപ്പറായിട്ട് വേണം കേട്ടോ. ഈ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കലോ ആ സ്ട്രാറ്റജിയൊക്കെ മാറ്റി പിടിച്ച് അനീഷിൻ്റെതായ രീതിയിലുള്ളൊരു കളി കൊണ്ടുവരാണ്. അടിപൊളിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ലൈവിൽ അനീഷ് തിളങ്ങി നിൽക്കുന്നത്. എന്തായാലും ആർക്കും അനീഷിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അനീഷിന് അതിന് വ്യക്തമായൊരു മറുപടി ഉണ്ട്. അത്തരത്തിലാണ് ലൈവ് കൊണ്ടുപോകുന്നത്. ഈ കളിക്ക് അതെന്ത് കളിയായിക്കോട്ടെ, ആ കളിക്ക് കൈയടിച്ചുകൊണ്ട് ഷാനവാസുണ്ട്. ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നോ കൂടെ നിൽക്കാത്തോ എന്നുള്ളതല്ല, ഇതിൽ മൈൻഡ് ഗെയിം എന്ന രീതിയിൽ അനീഷും കളിച്ചു തുടങ്ങി. നല്ലൊരു കളിയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ മറ്റു കുടുംബാംഗങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല, ഷാനവാസ് മാപ്പ് പറയണമെന്നാണ്. എന്നാൽ മാപ്പ് പറയാൻ തയ്യാറല്ല. അതിലും രസകരമായിട്ടിരിക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി പറയുന്നത് അനീഷ് വന്ന് ഷാനവാസ് വന്ന് ഇവിടെ ഈ പറഞ്ഞ മോശം വാക്കിന് എന്തോ ഒരു മോശം വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ആ മോശം വാക്കിന് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളാരും ഫുഡ് കഴിക്കില്ല എന്ന്. നിങ്ങൾ കഴിക്കണ്ട, നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസും. ഇബി ഹോട്ടലിലെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന റിയാസ് ബോംബിട്ടിട്ടാണ് പോയിരിക്കുന്നത്. ഈ ബോംബ് എങ്ങനെ വേണമെങ്കിലും ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കത്തൽ അവസാനിക്കണമെങ്കിൽ ലാലേട്ടൻ വരണം. എന്താകുമെന്നോ എങ്ങനെയാകുമെന്നോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ.